പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കാലയളവിൽ സർക്കാരിന് മുന്നിൽ മറ്റനേകം പ്രതിബന്ധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ലോകമാകെ നേരിട്ട കോവിഡ് മഹാമാരി, അതോടൊപ്പം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട തടസ്സങ്ങൾ. ഒരു വശത്ത് കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുക, സർക്കാരിൻ്റെ പദ്ധതികൾ എന്താണെങ്കിലും അതിനെല്ലാം എതിർക്കുക എന്ന മാനസികാവസ്ഥയിലേക്കാണ് പ്രതിപക്ഷം എത്തപ്പെട്ടത്. ജനപക്ഷ വികസന പ്രവർത്തനങ്ങളെ എതിർക്കാൻ അവിശുദ്ധ സഖ്യങ്ങളുമുണ്ടായി. കേരളത്തെ ഒറ്റപ്പെടുത്താനും പ്രതിരോധത്തിലാക്കാനും നടത്തിയ രാഷ്ട്രീയ പകപോക്കൽ മറ്റൊരു വശത്ത്. ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മുടെ നാടിന് അനുഭവിക്കേണ്ടി വന്നത്. ഫെഡറൽ മൂല്യങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളുമുണ്ടായി. ഈ ഘട്ടങ്ങളിലെല്ലാം കേരളം തീർന്നു എന്ന് കരുതിയ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വികസനം വഴിമുടങ്ങും, സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം മുങ്ങിപ്പോകും, ക്ഷേമ പദ്ധതികളാകെ ഇല്ലാതാകും, ഇങ്ങനെയെല്ലാം പ്രവചിച്ചവരും ആവേശപൂർവ്വം പ്രചരിപ്പിച്ചവരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നാട് കേരളം തളർന്നില്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നേറുകയാണ് നമ്മൾ ചെയ്തത്. വികസന കാര്യത്തിൽ മാത്രമല്ല, രാജ്യത്തെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായി കേരളത്തിലെ സർക്കാർ മുന്നിൽ നിന്നിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ വ്യക്തവും ശക്തവുമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കരുത്തായത് കേരളത്തിലെ ജനങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയാണ്. ജനപക്ഷ വികസന പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ടു പോകാൻ ഊർജമാകുന്നതും ഇതേ പിന്തുണ തന്നെയാകും.